എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഒ.ജി. വിനോദ്. കോതപറമ്പിലും കൊടുങ്ങല്ലൂരിലും ചൈതന്യ ഹോമിയോപ്പതി ക്ലിനിക് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി വരികയാണ്. ഇന്ന് മലയാളികളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നാണ് മഴക്കാലത്തെ പനി അഥവാ പനി മരണങ്ങൾ. നിങ്ങൾക്കറിയാം, എന്നും മഴക്കാലം നമ്മളെ സംബന്ധിച്ച് പനിക്കാലം തന്നെയായിരുന്നു. ഇന്ന് മീഡിയകളിൽ വരുന്ന പനി മരണ കണക്കുകളാണ് മലയാളിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. എന്നാൽ ഇത്രമേൽ പനിയെ ഭയക്കേണ്ടതുണ്ടോ? പനി എന്നത് നമ്മളുടെ സ്വാഭാവികമായൊരു രോഗ പ്രതിരോധ ശേഷിയുടെ ലക്ഷണമാണ്. പനി കാണുമ്പോൾ തന്നെ നമ്മൾ സ്വയം ചികിത്സ ചെയ്യുകയും കൃത്യമായി ഡോക്ടറെ കാണാൻ വൈകുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ പനി മരണങ്ങളിലേക്ക് എത്തുന്നത്. എങ്ങനെ ഇവ ഒഴിവാക്കാം? എന്തെല്ലാം പനികളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ആരംഭ ദിശയിൽ തന്നെ പനി കാണുമ്പോൾ സ്വയം ചികിത്സ ചെയ്ത് പനി ഒഴിവാക്കുന്ന മരുന്നുകൾ കഴിക്കാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് പനി മരണങ്ങൾ ഒഴിവാക്കാനുള്ള ആദ്യ നടപടി. ഡോക്ടർ പറയുന്ന അത്ര നാളെ ചികിത്സ തുടരുക, കൃത്യമായ ഭക്ഷണക്രമം, അതുപോലെ അദ്ദേഹം പറയുന്ന രീതിയിലുള്ള ജീവിതചര്യകൾ പാലിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പനികളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. പണ്ടത്തെ പോലെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന തിരക്കുകളാണ് പലരെയും സ്വയം ചികിത്സയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ 1-2 ദിവസത്തെ ഒരു വീട്ടിൽ ഇരിക്കേണ്ട, കൃത്യമായി ഡോക്ടറെ കാണേണ്ടതിലെ മടി ചിലപ്പോൾ ചെന്നെത്തിക്കുക നിങ്ങൾക്ക് മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഹോസ്പിറ്റൽ വാസവും ചിലപ്പോൾ അതൊരു ഗുരുതരമായ നമ്മളുടെ മരണാവസ്ഥയിലേക്ക് എത്തുന്നതുണ്ട്. ഇത് ഒഴിവാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, വ്യക്തി ശുചിത്വം. മഴക്കാലത്ത് കൃത്യമായി ഭക്ഷണത്തിന് മുമ്പ് കൈകൾ കഴുകുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, എളുപ്പം ദഹിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുക, നമ്മൾക്ക് ചുറ്റും ഉള്ള പരിസര ശുചീകരണങ്ങൾ ചെയ്യുക. രണ്ടാമത്, ഇന്ന് കേരളത്തിലെ ഏറ്റവും നമുക്ക് ഭീഷണിയാകുന്നത് കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ മുതലായ രോഗങ്ങളാണ്. നമുക്ക് ചുറ്റും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. നമ്മളുടെ വീടിൻ്റെ പുറകിൽ കിടക്കുന്ന ഒരു മുട്ടത്തോട് മതി നമ്മുടെ വീടിന് ചുറ്റുമുള്ള 3-4 വീടുകളിൽ ഡെങ്കിപ്പനി പരത്താനുള്ള കൊതുകുകൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്നത് പോലെ ആഴ്ചയിലൊരിക്കലും ഒരു ഡ്രൈ ഡേ ആചരിച്ചുകൊണ്ട് നമ്മളുടെ വീടും പരിസരവും വൃത്തിയാക്കി ഇത്തരം കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇതിന് ഏറ്റവും. പിന്നെ കൊതുക് വരുന്ന അടുത്ത സ്ഥലങ്ങളാണ് നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ വെൻ പൈപ്പുകൾ. അവിടെയെല്ലാം വല കെട്ടി സൂക്ഷിക്കുക. അധികം കൊതുകുകളുണ്ടെങ്കിൽ ജനലുകളെല്ലാം നെറ്റ് അടിച്ചുകൊണ്ട് കൊതുകിനെ വീട്ടിനകത്ത് കയറ്റാത്ത രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആകാം. പനി നമ്മൾക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിൽ നമുക്ക് മഴക്കാലത്ത് കാണുന്നത് നമ്മൾ എന്നും കണ്ടിരുന്ന വൈറൽ ഫീവർ അഥവാ ജലദോഷപ്പനിയാണ്. ഒരു മൂക്കൊലിപ്പിൽ തുടങ്ങി തുമ്മൽ, ജലദോഷം, പനി, ചെറിയ ശരീരം വേദന, അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുകയും ശരിയായ വിശ്രമം എടുക്കുകയും. ഇപ്പോൾ പലരും ചെയ്യുന്നത് പനിക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് ശാരീരിക അധ്വാനമായിട്ടുള്ള ജോലികൾ ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായി ജോലിക്ക് പോവുക എന്നുള്ളതാണ്. അവിടെ 2 ദോഷങ്ങളാണെന്നത്. ഈ പനികൾ മറ്റുള്ളവർക്ക് പകരും എന്ന് മാത്രമല്ല, നമ്മൾക്ക് ഒരു കൃത്യമായൊരു രോഗലക്ഷണങ്ങൾ വരുന്നത് മാസ്ക് ചെയ്യപ്പെടും. മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിച്ച് കഴിഞ്ഞ് ഡോക്ടറെ കാണുമ്പോൾ കൃത്യമായി ആ ഡോക്ടർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ സമയം എടുക്കും. അപ്പോൾ ആ വിശ്രമം വേണം. അതുപോലെ തന്നെ ഐസൊലേഷൻ, നമ്മൾ കോവിഡ് കാലത്ത് ചെയ്ത പോലെ ജലദോഷപ്പനി ആയെങ്കിലും കുറച്ച് അത് മാറുന്നത് വരെ മറ്റുള്ള ആൾക്കാരിലേക്ക് പകരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ വൈറൽ ഫീവർ എന്ന ജലദോഷപ്പനിയിൽ നിന്ന് നമുക്ക് 100% മുക്തി നേടാം. രണ്ടാമത്തത് വരുന്നത് ഇപ്പോൾ ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി നിങ്ങൾക്കറിയാം, ഇതൊരു കൊതുകുജന്യ രോഗമാണ്. കൊതുക് കടിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ രോഗം വരുന്നത്.
ശക്തിയായിട്ടുള്ള പനിയായിരിക്കും. ജലദോഷ പനിയേക്കാൾ ശക്തിയായിട്ടുള്ള പനിയായിരിക്കും. ശരീരം വേദന, തീവ്രമായ ശരീരം വേദനയും തലവേദനയും ഉണ്ടാകും. ഈ തലവേദനയുടെ പ്രത്യേകത കൂടുതലും കണ്ണിന് പുറകിലുള്ള ഭാഗത്തായിരിക്കും കൂടുതൽ വേദന. അതുപോലെ തന്നെ ചിലർക്ക് മോണയിൽ നിന്ന് രക്തം വരിക, പിന്നെ ശരീരത്തിൽ ചെറിയ ചുവന്ന തിണർപ്പുകൾ, തടിപ്പുകളെല്ലാം വരാം. ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ നമുക്കിത് ഡെങ്കിപ്പനിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഡെങ്കിപ്പനിയുടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ ഡെങ്കിപ്പനി വന്ന ആളുകൾക്ക് വീണ്ടും 1 വർഷമോ 2 വർഷത്തിനുള്ളിൽ ഇത് വന്നു കഴിഞ്ഞാൽ അവരിലെ പ്ലേറ്റ്ലെറ്റ് കുറയുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ശരിക്കും രോഗി മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥ ഒഴിവാക്കാനായിട്ട് ഒരു തവണ ഡെങ്കിപ്പനി വന്നിട്ടുള്ള ആളുകൾ പിന്നീട് വരുന്ന പനികൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുകയും അത് ഡെങ്കിപ്പനി അല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അടുത്തത് H1N1. ജലദോഷപ്പനി പോലെ തന്നെ തുടങ്ങുകയും രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അടുത്ത ആളുകളിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. കോവിഡ് പോലെ തന്നെ വരുന്ന ഒരു പകരുന്ന ഒരു രോഗം തന്നെയാണ് H1N1. അവിടെയും രോഗി ഐസൊലേറ്റ് ചെയ്യുന്ന നല്ലതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ രോഗം മാറുന്നത് വരെ മറ്റുള്ളവരായിട്ട് അധികം ഇടപഴകാതിരിക്കുക. തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ മൂക്കും വായും പൊത്തിപ്പിടിക്കുക, മാസ്ക് ഉപയോഗിക്കുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക. അവിടെയും പിന്നെ പനിക്കൊപ്പം തന്നെ ഛർദി, വയറിളക്കം, വലിയ ക്ഷീണം, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാം. അപൂർവം ചിലർക്ക് ഇത് കോംപ്ലിക്കേഷനായിട്ട് ന്യൂമോണിയ പോലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ കഫത്തിൽ രക്തം വരിക, നെഞ്ചുവേദന, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ മാത്രം പനി ഉയർന്നു വരിക, അങ്ങനെ ചില ലക്ഷണങ്ങൾ ഇതിൻ്റെ ഒപ്പം കാണാം. അപ്പോൾ ആ ശ്വാസത്തിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടുക, അങ്ങനെ അത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രോഗം ഗുരുതരമായി പോകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായ രോഗലക്ഷണങ്ങൾ, ചെസ്റ്റ് എക്സ്റേ അതുപോലുള്ള പരിശോധനകൾ നടത്തി നമുക്ക് രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ചികിത്സ ചെയ്താൽ H1N1 നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ്. പിന്നീട് വരുന്നതാണ് എലിപ്പനി. എലിപ്പനി നിങ്ങൾക്കെല്ലാം അറിയാം. അത് എലികളുടെ വിസർജ്യ വസ്തുക്കൾ കലർന്ന വെള്ളത്തിൽ കാലിൽ മുറിവുണ്ടായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായിട്ട് ഈ വെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ, എലിമൂത്രം അല്ലെങ്കിൽ എലി വിസർജ്യം കടന്ന വെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് എലിപ്പനി വരുന്നത്. അവിടെയും കടുത്ത പനി, വിറയൽ, കഠിനമായ തലവേദന, കണ്ണുകളിൽ ചുവപ്പ്, ഇത്തരം കാര്യങ്ങളാണ് ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അത്തരം ജോലികളിൽ ഏർപ്പെട്ട, മലിനജലത്തിൽ കാലുകളിലോ ദേഹത്തോ മുറിവുണ്ടാക്കി മലിനജലത്തിൽ കോണ്ടാക്റ്റ് വന്ന രോഗികൾ, അത്തരം ആൾക്കാർ, ജോലിക്കാർ, ചെളിവെള്ളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അത്തരം ആൾക്കാർക്ക് ഇങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം ജോലി ചെയ്യുന്നവരാണെന്നും ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നും ഡോക്ടറോട് തുടർന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ കണ്ടെത്താനും ചികിത്സിക്കാനും കഴിയും. ഇവിടെയും തുടക്കത്തിൽ ഇത് കാര്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പനിയാണെന്ന് കണ്ട് സ്വയം ചികിത്സയ്ക്ക് മുതിർന്നാലാണ് ഇത് പ്ലേറ്റ്ലെറ്റുകൾ കുറയുകയോ അതുപോലെ തന്നെ നിങ്ങളുടെ കിഡ്നി അതുപോലുള്ള ഗുരുതരമായ കിഡ്നിയെ ബാധിച്ച് നിങ്ങൾക്ക് ഡയാലിസിസിലേക്കൊക്കെ പോകേണ്ടി വരികയോ മരണത്തിലേക്ക് നയിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത് മുമ്പോട്ട് പോകും. അപ്പോൾ അത്തരം കാര്യങ്ങളില്ലാതെ എങ്ങനെ നമുക്ക് ഈ എലിപ്പനി ചികിത്സിക്കാമെന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ഡോക്ടറെ കണ്ട് ഈ വിവരങ്ങൾ പറയുക എന്നതാണ് രോഗിക്ക് ചെയ്യാറുള്ളത്. ഡോക്ടർ പറയുന്ന അത്ര നാളുകളിൽ കൃത്യമായി മരുന്നെടുത്ത് വിശ്രമിച്ചു കഴിഞ്ഞ് ഭക്ഷണം പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എലിപ്പനിയും നിങ്ങളെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് കരകയറാനാവും. പിന്നീട് വന്നിട്ടുള്ള കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് സ്കൂളുകൾ കുട്ടികൾ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ളതാണ് മഞ്ഞപ്പിത്തവും വരുന്നത് വ്യക്തി ശുചിത്വമില്ലായ്മയിൽ കൂടെ തന്നെയാണ്. ഭക്ഷണത്തിന് മുമ്പ് കൈകൾ വൃത്തിയായിട്ട് കഴുകുക, അതുപോലെ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക, പിന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, അതുപോലെ തണുത്ത ആഹാര സാധനങ്ങൾ, അതുപോലെ തണുത്ത വെള്ളം, ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ കുടിക്കുന്നതും തുറന്നു വെച്ചിട്ടുള്ള
ഭക്ഷണം, ലഘുപാനീയങ്ങൾ എല്ലാം ഈച്ചകൾ വഴിയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ ഈ രോഗം പകരാനുള്ള രോഗികൾക്ക് അസുഖങ്ങൾ കൂടാനുള്ള ഒരു സാധ്യതയും ഇത്തരം കാര്യങ്ങളിലൂടെ ഉണ്ടാകും. അപ്പോൾ വ്യക്തി ശുചിത്വത്തിലൂടെ ഒരു പരിധിവരെ നമുക്ക് ഈ മഞ്ഞപ്പിത്തത്തിനെ അകറ്റി നിർത്താനാവും. ഇവിടെയും രോഗലക്ഷണങ്ങളായിട്ട് വരുന്നത് പനി, ഓക്കാനം, ഛർദി, കണ്ണിൽ മഞ്ഞ നിറം, മൂത്രത്തിന് മഞ്ഞ നിറം, വയറുവേദന, ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് മഞ്ഞപ്പിത്തമാകാം എന്ന് നിങ്ങൾക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഇത് ഡോക്ടറോട് പറയുകയും രക്തപരിശോധനയിലൂടെയും മൂത്രപരിശോധനയിലൂടെയും രോഗം സ്ഥിരീകരിക്കാം. പലതരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങളുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തി കൃത്യമായി ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഇത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ്. പിന്നീട് വരുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ്. അതും വിട്ടുമാറാത്ത പനി ആണ് ഒരു രോഗലക്ഷണങ്ങൾ. ചെറിയ തലവേദന, വയറുവേദന, വയറിളക്കം, ചിലർക്ക് ശോധനക്കുറവ്, ആഹാരം കഴിക്കുന്നതിന് മടുപ്പ്, അങ്ങനെ ഇത്തരം ചില രോഗലക്ഷണങ്ങൾ കൃത്യമായി നമ്മൾ രക്തപരിശോധനയിലൂടെ ഇത് ടൈഫോയിഡ് ആണോ എന്ന് കണ്ടെത്താനാവും. ഇവിടെയും തിളപ്പിച്ചാറിയ ആഹാരം കഴിക്കുന്നതിലൂടെ, തിളപ്പിച്ചാറിയ ഭക്ഷണം, വെള്ളം കുടിക്കുക, ഒരിക്കലും ചെയ്യാനാത്തൊരു കാര്യമാണ് തിളപ്പിച്ച വെള്ളം തണുപ്പിക്കാനായിട്ട് തണുത്ത വെള്ളം മിക്സ് ചെയ്യുക എന്നുള്ളത്. അത് പല രോഗങ്ങൾക്കും നിങ്ങൾക്ക് കാരണമാകും. എല്ലാവരും ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഈ തിളപ്പിച്ച വെള്ളം തണുത്ത് കുടിക്കാനായിട്ട് പച്ചവെള്ളം ചേർക്കുക. അതൊരിക്കലും ചെയ്യരുത്. തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ചു വയ്ക്കുക. ഈച്ച മുതലായ ഇൻസെക്റ്റുകൾക്ക് എക്സ്പോസ്ഡ് ആവാതെ വയ്ക്കുക. അത്തരം വ്യക്തി ശുചിത്വത്തിലൂടെ ഈ ടൈഫോയിഡിനെയും നമുക്ക് ഒരു കൃത്യമായി ഡോക്ടറെ കണ്ട് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ടൈഫോയിഡും നിങ്ങൾക്ക് ഏറ്റവും വേഗം സുഖപ്പെടാവുന്ന ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിച്ചില്ല എങ്കിൽ മാരകമാവുകയും മരണത്തിന് വരെ നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരു അസുഖമാണ് ടൈഫോയിഡ്. അപ്പോൾ ഏത് തരം പനിയായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായ രോഗനിർണയത്തിന് വേണ്ടി അംഗീകൃത യോഗ്യതയുള്ള ഒരു ഡോക്ടറെ ചികിത്സ തേടുക എന്നുള്ളതാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. പിന്നീട് വേണ്ടത് ഈ വൈറൽ ഫീവർ ആയാലും എന്ത് രോഗങ്ങളായാലും പനിയോടുകൂടി വരുന്ന രോഗങ്ങളിൽ രോഗിക്ക് വേണ്ടത് വിശ്രമമാണ്. ശരീരത്തിന് ഈ രോഗ അവസ്ഥയോട് പൊരുതാനുള്ള ഒരു ഊർജം കിട്ടണമെങ്കിൽ രോഗി വിശ്രമിക്കണം. അതല്ല നമ്മൾ ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ട് സ്കൂളുകൾക്ക് കുട്ടികളെ വിടുക, അതുപോലെ ജോലിക്ക് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ വിശ്രമം കിട്ടാതിരിക്കുമ്പോഴും ഈ രോഗം മൂർച്ഛിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് കഴിക്കുന്ന ഭക്ഷണം. ഏറ്റവും എളുപ്പം ദഹിക്കാവുന്ന ഭക്ഷണങ്ങളാണ് ഈ അസുഖം വരുന്ന എന്തസുഖം വരുമ്പോഴും പനിക്കാലത്ത് നമ്മൾ കഴിക്കേണ്ടത്. വയറിളക്കം, ഛർദി എന്നിവയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ORS കഴിക്കാം. അതിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കാം. ധാരാളം വെള്ളം കുടിക്കണം. എളുപ്പം ദഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയും പഴവർഗ്ഗങ്ങളാണെങ്കിൽ നല്ലപോലെ വൃത്തിയായി കഴുകി ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ പറയുന്ന നിർദ്ദേശിച്ച ഭക്ഷണം മാത്രം കഴിക്കുക. വിശപ്പ് കൂടുതലുണ്ടാവും ചിലർക്ക്, അപ്പോൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ആവശ്യത്തിന് വിശ്രമമെടുത്ത് കുറച്ച് ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഈ പനി കാലം കടന്നു പോകുന്നതാണ്. പിന്നെ ഏത് രോഗവും നമുക്ക് വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ്. കോവിഡിന് ശേഷം നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് കാര്യമായ മാറ്റങ്ങൾ വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കൃത്യമായ വ്യായാമം, ഭക്ഷണം, ജീവിത രീതി, ചിട്ടയായ ജീവിത രീതികൾ, വളരെ ലേറ്റായിട്ട് ഉറങ്ങുക, ഉറക്കമില്ലായ്മ, അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക, അതുപോലെ ജങ്ക് ഫുഡ്സ് അധികം കഴിക്കുക, ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ, പിന്നെ മാനസിക സമ്മർദ്ദം, ഇതെല്ലാം നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ ഒരു പരിധിവരെ ബാധിക്കുന്നതാണ്. ഇവയിൽ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു ചിട്ടയായ ജീവിത രീതികൾ ക്രമപ്പെടുത്തുകയും ഭക്ഷണത്തിൽ കൃത്യമായ ഒരു ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുകയും പരിസര ശുചീകരണം ഒരു പരിധിവരെ നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുക. അത് മുനിസിപ്പാലിറ്റി വന്നിട്ട് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുകാർ വരണം. അത്തരം കാര്യങ്ങൾ വരാൻ കാത്തു നിൽക്കാതെ നിങ്ങളുടെ ചുറ്റും, വീടിന് ചുറ്റുമുള്ള പരിസര ശുചീകരണങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാല രോഗങ്ങളിൽ ഒരു പരിധി വരെ നമ്മൾക്ക് തടയിടാനാകും. നമ്മളുടെ ഹോസ്പിറ്റൽ
വാസം അല്ലെങ്കിൽ ആശുപത്രികൾക്ക് അധികം ദിവസം കിടക്കേണ്ടി വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് ഈ മഴക്കാലം കടന്നു പോകാനാകും. എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. അധികം പാർശ്വഫലങ്ങളില്ലാതെ വലിയ ചിലവുകളില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഈ മഴക്കാല രോഗങ്ങളിലും നിങ്ങൾക്കൊപ്പം, നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടർ സുസജ്ജനായിട്ട് നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ തേടുക. നിങ്ങൾക്ക് ഈ മഴക്കാലം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.